مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. محمد سيد الكونين والثقلين، محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه برضا الله أما بعد. ഒരു സത്യവിശ്വാസിയായ മനുഷ്യന് ആത്മീയമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാ മേഖലയിലും ഐശ്വര്യങ്ങൾ വർദ്ധിക്കാനും ഹൃദയങ്ങൾക്ക് വിശാലത കൈവരിക്കാനും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിലൂടെ സാധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് നിശ്ചയിച്ച ഫർളുകളും സുന്നത്തുകളും എടുത്തു പരിശോധിച്ചു നോക്കുമ്പോൾ അത് ചില സമയങ്ങളെയും കാലങ്ങളെയും ബന്ധപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സ്വലാത്ത് അങ്ങനെയല്ല. അതിന് പ്രത്യേക സമയമില്ല, പ്രത്യേക കാലങ്ങളില്ല. എപ്പോഴും ആർക്കും എവിടെ വെച്ചുകൊണ്ടും ഉരുവിട്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു മഹത്തായ ഒരു ആത്മീയ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് പരിശുദ്ധമായ സ്വലാത്ത് എന്നുള്ളത്. ഇബാദത്തുകൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഇബാദത്തുകൾക്ക് കൃത്യമായ എണ്ണങ്ങൾ ഉണ്ടാവും, കൃത്യമായ സമയങ്ങൾ ഉണ്ടാവും. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സമയം നഷ്ടപ്പെടുകയും പിന്നീട് ഖളാ വീട്ടേണ്ട അവസരങ്ങളും ഉണ്ടാവും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അശുദ്ധിയുള്ള സന്ദർഭങ്ങളിൽ ചില ഇബാദത്തുകൾ അവർക്ക് അനുവദനീയമല്ല. അതിലുപരി പരിശുദ്ധമായ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾക്ക് വരെ പ്രത്യേകമായ കാലങ്ങളും സമയങ്ങളും നിശ്ചയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സ്വലാത്തിനെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അതിന് പ്രത്യേക സമയങ്ങളില്ല. ഏത് സമയത്തും നമ്മുടെ നാവിലൂടെ ഉരുവിട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മഹത്തായ ദിക്റാണ് സ്വലാത്ത് എന്നുള്ളത്. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വളർച്ചയും ജീവിതത്തിന്റെ വിശുദ്ധിയും അതിലൂടെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഒരു ആത്മീയ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അള്ളാഹുവിലേക്കുള്ള വാതിൽ എന്നുള്ളത് പരിശുദ്ധ റസൂലാണ്. ആ റസൂലിലൂടെ അല്ലാതെ അള്ളാഹുവിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയില്ല. ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ഒരുപാട് ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവരൊക്കെ അവരുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലൊക്കെ രക്ഷപ്പെട്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണെന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും, അബ്വാബുൻ മഫ്തൂഹൻ ഇലാ റസൂലില്ലാഹ് അമ്പിയാക്കൾ എന്ന് പറയുന്നത് അവരുടെ വാതിലുകൾ മുഴുവനും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തുറക്കപ്പെട്ടതാണ്, അവിടുത്തെ പ്രകാശങ്ങളിലേക്ക് തുറക്കപ്പെട്ടതാണ്, അവിടുത്തെ അലംഘനീയമായ രഹസ്യങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് തുറക്കപ്പെട്ടതാണ്. ആ ബാബുകളില്ല എങ്കിൽ അവർക്ക് അവരുടെ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പരിശുദ്ധ റസൂൽ എങ്ങനെയാണ്? വർ-റസൂലു ബാബുല്ലാഹിൽ വഹീദ്. എന്നാൽ ഏകനായ അള്ളാഹുവിന്റെ ഒരേ ഒരു ബാബാണ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ വാതിലിലൂടെയാണ് അള്ളാഹുവിലേക്ക് നമുക്ക് എടുക്കാൻ സാധിച്ചതും കഴിഞ്ഞുപോയ വലിയ വലിയ മഹാരഥന്മാരും മഹത്തുക്കളും ആ ബാബിലൂടെ തന്നെയാണ് കടന്നുപോയതും. ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരൊറ്റ സ്വലാത്തിലൂടെ 70-ൽ പരം റഹ്മത്തുകളാണ് ആ മനുഷ്യൻ അല്ലാഹു തആല ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു പള്ളിയിൽ നമ്മൾ ഒരുമിച്ചുകൊണ്ട് സംഘമായിക്കൊണ്ട് ആത്മാർത്ഥമായി സ്വലാത്ത് ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ മഹല്ലിന്റെ ചുറ്റുപാടും നമ്മുടെ വീടിന്റെ അന്തരീക്ഷങ്ങളിലൊക്കെ അല്ലാഹുവിന്റെ മനോഹരമായ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാവുകയും അവരുടെ ബർക്കത്തും നമ്മുടെ വീടുകളിലും നമ്മുടെ മഹല്ലുകളിലും ഇറങ്ങുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരൊക്കെ സ്വലാത്തിനൊക്കെ നേതൃത്വം കൊടുത്തതും അതിനെ മുറുകെ പിടിച്ചു പോന്നതും നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം സഹാവി റഹിമഹുമുല്ലാഹ്
അദ്ദേഹത്തെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. കാരണം അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് ആഷിഖുർ റസൂൽ, ഹബീബിനെ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ച, ഹൃദയത്തോട് ചേർത്ത് വെച്ച വലിയ മഹാമനീഷിയായിട്ടാണ് ആ കാലഘട്ടത്തിലെ ആളുകൾ കണ്ടത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന്റെ മഹത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന 500-ൽ പരം പേജുകൾ വരുന്ന ഒരു വിശാലമായ ഗ്രന്ഥം തന്നെ ബഹുമാനപ്പെട്ടവർ രചിച്ചിട്ടുണ്ട്. അൽ ഖൗലുൽ ബദീഅ് ഫി സ്വലാത്തി അലാ ഹബീബി ഷഫീഅ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ആ ഗ്രന്ഥത്തിൽ സ്വലാത്തിന്റെ മഹത്വങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഒരുപാട് ഹദീസുകൾ അദ്ദേഹം അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒരു ഹദീസ് നമുക്ക് പരിശോധിച്ചു നോക്കാം. ഇന്ന ലില്ലാഹി മലക്കൻ ലഹു ജനാഹാനി അഹദുഹുമാ ഫിൽ മശ്രിഖി വൽ ആഖറു ഫിൽ മഗ്രിബി ഫഇദാ സല്ലൽ അബ്ദു അലയ്യ ഹുബ്ബൻ ഇൻ അമസ ഫിൽ മാഇ ثم ينقض فيخلق الله من كل طرد ملكا. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അല്ലാഹുവിന് ഒരു പ്രത്യേകമായ മലക്കുണ്ട്. ആ മലക്കിന്റെ പ്രത്യേകത 2 വിശാലമായ ചിറകുകളാണ് അല്ലാഹു തആല അതിന് നൽകിയിട്ടുള്ളത്. അതിന്റെ ഒരറ്റം മശ്രിഖിലും മറ്റൊരറ്റം മഗ്രിബിലുമാണ്. അഥവാ ഭൂമി മുഴുവനും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ വിശാലമായ 2 ചിറകുകളാണ് ആ മലക്കിന് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അതിന്റെ പ്രത്യേകത എന്താണ്? എന്തിനാണ് അല്ലാഹു തആല അതിനെ സൃഷ്ടിച്ചത്? ഏതെങ്കിലും ഒരു അടിമ ആത്മാർത്ഥമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഹുബ്ബ് കരസ്ഥമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആത്മാർത്ഥമായി സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞാൽ ആ പക്ഷി വെള്ളത്തിൽ മുങ്ങുകയും അതിനുശേഷം ഉയർന്നു പൊങ്ങുകയും ശേഷം അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് 2 ചിറകുകൾ കുടയുകയും ആ ചിറകിൽ നിന്ന് കുടയുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് ഉറ്റുവീഴുന്ന ഓരോ തുള്ളികളിലും ഓരോ മലക്കുകളെ അല്ലാഹു തആല സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ മലക്കുകളൊക്കെ ആ മനുഷ്യന് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു മലക്കിലൂടെ ഒരുപാട് മലക്കുകളെ സൃഷ്ടിക്കുകയും നബിയോടുള്ള അഗാധമായ പ്രണയത്തിൽ നമ്മൾ നബിക്ക് സമർപ്പിക്കുന്ന സ്വലാത്തുകൾ കാരണം ആ മാലാഖമാർ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരൊറ്റ ദിവസം മാത്രമല്ല ആ മനുഷ്യന് പ്രത്യേകത ലഭിക്കുന്നത്. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അതിന്റെ പവിത്രത ആ മനുഷ്യനിൽ നിലനിൽക്കുന്നതാണ്. യസ്തഗ്ഫിറുല്ലാഹു ലിദാലികൽ മുസല്ലി അലയ്യ ഇലാ യൗമിൽ ഖിയാമ എന്ന് ബഹുമാനപ്പെട്ടവർ അതിന്റെ ശേഷം ചേർത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഇമാം സഹാവി റഹിമഹുമുല്ലാ ഒരു ഹദീസ് ചേർത്ത് വെക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ആത്മാർത്ഥതയോടുകൂടി ഒരു ദിവസം 300 സ്വലാത്ത് വളരെ കൃത്യമായി പവിത്രതയോടുകൂടി അതിന്റെ എല്ലാ ചിട്ടയോടുകൂടിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ദിവസവും 300 സ്വലാത്തുകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ മരിക്കുന്നതിന്റെ മുമ്പായി കൊണ്ട് അദ്ദേഹത്തിന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വജ്ഹിനെ സ്വപ്നത്തിൽ ദർശിക്കാൻ സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ 1000 സ്വലാത്ത് നിത്യമായി പതിവാക്കി ചൊല്ലിക്കഴിഞ്ഞാൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ, ആ മനുഷ്യന്റെ ശരീരത്തെ നരകത്തെ തൊട്ട് അല്ലാഹു തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു. നരകം ആ മനുഷ്യനെ സ്പർശിക്കുകയില്ല. അദ്ദേഹത്തിന് സ്വർഗത്തിലേക്കുള്ള കവാടം ആ മനുഷ്യന് മലർക്കെ തുറന്നു കൊടുക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം വഅസ്ബതകും അലാ സിറാത്തിൻ അക്തറകും അലയ്യ മിൻ സ്വലാത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ ഇടിമിന്നൽ വേഗത്തിൽ നിങ്ങൾക്ക് കടന്നു പോകാനും സിറാത്ത് പാലത്തിന്റെ മുകളിൽ യാതൊരു പ്രയാസമില്ലാതെ അവിടെ പിടിച്ചു നിൽക്കാനും നിങ്ങൾക്ക് സാധിക്കും. ആർക്കാണ് സാധിക്കുന്നത്? അക്തറകും അലയ്യ മിനസ് സ്വലാഹ്, എന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച ഒരു വ്യക്തിക്ക് അവിടെ രക്ഷപ്പെടാനും വളരെ സ്പീഡിൽ സിറാത്ത് പാലം വിട്ടുകിടക്കാനും സാധിക്കുമെന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ അവ്വലുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യത്തെ മനുഷ്യനാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരുപാട് സലാത്തുകൾ വർദ്ധിപ്പിച്ചതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ആദം നബി അലൈഹി സ്വലാമിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എത്രമാത്രം പറയണം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹധർമ്മിണിയായി അല്ലാഹു തആല കൂടെ ചേർത്ത് വെച്ചത് മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹയാണ്. മഹദിയെ സ്വലാത്ത് മഹറായി സ്വീകരിച്ചുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം ചെയ്തതെന്ന് ഒരുപാട് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ സ്വലാത്ത് മഹറായിക്കൊണ്ട് ഹവ്വ റളിയല്ലാഹു അൻഹയെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വലാത്തിന്റെ പവിത്രത എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരായ സ്വഹാബികൾക്ക് സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും അതിന്റെ മഹത്വത്തെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, എന്റെ ജീവിതത്തിൽ സ്വലാത്തിനെ ഞാൻ മുറുകെ പിടിക്കും. എന്റെ ജീവിതത്തിലുടനീളം എന്റെ ചുണ്ടുകളിലൂടെ എല്ലാ സമയം സദാസമയം അങ്ങേക്ക് വേണ്ടി ഞാൻ സ്വലാത്തുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദൻ ഔജബ്ത ശഫാഅതി, എന്നാൽ നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ എന്റെ ശഫാത്ത് ഞാൻ നിനക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. ആരോരുമില്ലാത്ത എല്ലാവരും സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കാൻ നമ്മുടെ സ്വലാത്തുകൾ വരണം. അള്ളാഹു തആല സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിലൂടെ ഹബീബിനോടുള്ള മഹബത്ത് ഹൃദയത്തിൽ ചേർത്ത് വെക്കാനുള്ള അലംഘനീയമായ വിശാലമായ മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ സ്വലാത്തുകൾ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. സ്വലാത്തുകൾ വളരെ വ്യത്യസ്തമാണ്. സ്വലാത്തു തിബ്ബുണ്ട്, സ്വലാത്തു നാരിയയുണ്ട്, സ്വലാത്തു താജുണ്ട്, അതുപോലെ മുനാജാത്തുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ വ്യത്യസ്തമായ രീതിയിൽ. ഇതിലേതും നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സല്ല അലയ്യ വാഹിദൻ സല്ലല്ലാഹു അശറ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലും. 10 സ്വലാത്ത് ചൊല്ലും എന്ന് പറഞ്ഞാൽ 10 നന്മകൾ അള്ളാഹു തആല അവന്റെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു കൊടുക്കും. അതിലുപരി അവനറിയാത്ത ഭാഗത്തിലൂടെ ഖൈറിന്റെ വഴികൾ അള്ളാഹു തആല അവന് തുറന്നു കൊടുക്കും. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുമുല്ലാ, ബഹുമാനപ്പെട്ടവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ കരഞ്ഞു പോകുന്നതാണ്. അത്രത്തോളം സ്നേഹമായിരുന്നു അവരുടെ ഹൃദയത്തിലൊക്കെ നബിയോടുണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട മാലിക്കി ഇമാം റഹിമഹുമുല്ലാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും ബോധരഹിതനായി പോയിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയങ്ങൾ മദീനയുടെ പച്ചക്കുബയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ചുണ്ടുകൾ അറിയാതെ സ്വലാത്തിലൂടെ മന്ത്രധ്വനികൾ ഉയർന്നുകൊണ്ടേയിരിക്കണം. അതിലൂടെ ആ ബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കണം. മരിക്കുന്നതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചുകൊണ്ട് മരണപ്പെടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ അടിയാറുകളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.